ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യയും പപ്പയും കൂടിയിട്ട് ഓടുകയാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു സ്റ്റോർ റൂമിലോട്ടാണ് സത്യയും പപ്പയും കൂടി ഓടുന്നത്. പക്ഷേ അവർ ഓടിപ്പോകുന്ന ആരും കാണുന്നില്ലെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ അത് കണ്ടിരിക്കുന്നത് ശാന്തയാണ് കേട്ടോ. അങ്ങനെ സത്യയെ അവിടുത്തെ ആ സ്റ്റോർ റൂമിൽ ഇങ്ങനെ സത്യ കൊണ്ടുപോയിട്ട് പപ്പയെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഉമ്മറത്ത് വന്ന് സത്യ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ജനൽ പാളിലൂടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സത്യഭാമ ഇങ്ങനെ ശാലിനിയോട് ചൂടാവണി, എടി നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അത് നീ മനസ്സിലാക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ, എന്തിനാ സത്യാമ്മേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒളിപ്പിക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കാനേട്ടാ. അത് തന്നെ അടി നിൻ്റെ ലക്ഷ്യം, എൻ്റെ മകൻ്റെ കല്യാണം മുടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീ ഒളിപ്പിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന സത്യാമ്മയോട് വീണ്ടും ശാലിനി പറയാണ്, അങ്ങനെ മുടക്കുകയാണെങ്കിൽ എനിക്ക് എന്നോ മുടക്കായിരുന്നു, പക്ഷേ ഇത് നടക്കാത്ത കല്യാണമാണ് എന്ന് ശാലിനി പറയാനേട്ടോ. ഇതൊരിക്കലും നടക്കില്ലെന്ന് സത്യാമ്മ എനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ, ഓഹോ നിനക്ക് അത്ര ധൈര്യമോ, ഇപ്പം കണ്ടില്ല വിഷ്ണു, ഇത് തന്നെയാണ് ഇവളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം മാറി മറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഗോപാലൻ പറയുന്നുണ്ട്, എന്താണ് ശാലിനി ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഈ വേണ്ടത്, നിങ്ങളുടെ മകൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിയാണ് ഈ പപ്പി എന്ന് പറയുന്ന കുട്ടി, അപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്, കൊണ്ടുവരേണ്ടത് ഒരു കട്ടിട്ടും കമർന്നിട്ടും അല്ല കൊണ്ടുവരേണ്ടത്, എന്തിനാണ് നിങ്ങൾ ഈ ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ വീട്ടിൽ വന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന സത്യാമ്മ പറയാണ്, കണ്ടില്ലേ വിഷ്ണു അവരുടെ സംസാരം കേട്ടില്ല എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ശാലിനി പറയണേ, ഈ സമയം എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. ആ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കാതെ നിങ്ങൾ കുഞ്ഞിനെ തിരയാൻ നോക്കുക എന്ന് പറയുമ്പോൾ, മതിയടി നിൻ്റെ അഭിനയം നിർത്തിയേക്കെ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം വിഷ്ണുവിനോട് ശാലിനി എന്നിട്ട് പറയണേ, വിഷ്ണുവേട്ട നമുക്ക് പോവാം കുഞ്ഞിനെ തിരയാൻ, ഇവിടെ വെറുതെ നിന്ന് സമയം കളയേണ്ട, നമ്മുടെ വിലപ്പെട്ട സമയമൊക്കെ നശിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ, മതിയടി നിൻ്റെ അഭിനയിക്കൽ നിർത്തടി, ഇതിനുള്ളിൽ നീ കുട്ടിയെ ഒളിപ്പിച്ച് വെച്ചതും പോരാ പിന്നെ കിടന്ന് ചിലക്കാൻ നിൽക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, വിഷ്ണുവേട്ട ഇത് കേട്ടില്ലേ എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. ആ വാശിയോടുകൂടി വിഷ്ണു നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം ശാലിനിക്ക് ഭയങ്കര സങ്കടമാവാണ്. എൻ്റെ സ്വന്തം മോളാണ് പപ്പി, പക്ഷേ വിഷ്ണുവേട്ട നിങ്ങൾ അവളുടെ അച്ഛനുമാണ്, എന്നാൽ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കേണ്ട ഈ സമയം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുക, ഞാൻ എൻ്റെ മോളെ ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കുക, എന്താ നിങ്ങളൊക്കെ എങ്ങനെയാവുന്നത്, എനിക്ക് എത്രമാത്രം മുറിവേൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ശാരദാമ്മ, എടി മോളെ ഇവിടെ എന്താണ് ഈ കാട്ടുന്നതെന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല അമ്മേ, ഇവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ ശാലിനി വീണ്ടും പറയണം, എൻ്റെ അടുത്ത് കുഞ്ഞില്ല സത്യമ്മ, ഒന്ന് പറയുന്നത് കേൾക്ക്, മതി നിൻ്റെ അഭിനയം നിർത്ത്, കല്യാണം മുടക്ക ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് എന്ന് പറയുമ്പോൾ, നിങ്ങൾ വായോ വിഷ്ണുട്ട് എൻ്റെ കൂടെ വായോ, നമുക്ക് അകത്ത് കുഞ്ഞുണ്ടോ എന്ന് നോക്കാം, മതിയല്ലേ. അപ്പോൾ ഉടൻ തന്നെ ആടി, എന്നിട്ട് വേണം ഭവനഭേദനം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ കേസ് കൊടുക്കാനല്ലേ നിൻ്റെ അച്ഛനെ എന്ന് പറയണ്ട. അപ്പോൾ ശാലി പറയണം, ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു കേസ് കൊടുക്കില്ല, ഇവിടെ കുഞ്ഞില്ല എന്ന് തെളിയിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരഞ്ഞിറങ്ങാനാണ്, ഞങ്ങൾക്ക് അങ്ങനെ തട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ വാക്കുകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കില്ല കേട്ടോ. അങ്ങനെ സത്യം അങ്ങനെ വീറും വാശിയോട് കൂടി നിൽക്കുമ്പോൾ ശാലിനി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്, എൻ്റെ മക്കള് എൻ്റെ മോള് എവിടെയാണോ എന്ന ആ ഭാവത്തോട് കൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ശാലിനി പറയുന്നത്, വിഷ്ണുട്ട വായോ കുഞ്ഞിനെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ പിടിച്ചിട്ട് അങ്ങ് അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ നോക്കുന്ന സമയത്താണ് കേട്ടോ CI അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ എത്തുന്നത് കേട്ടോ. ചന്ദ്രബോസ് അവിടെ എത്താണ്. ചന്ദ്രബോസിനെ കാണുന്ന ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അത് വേണ്ട, നീ ഒരു കലക്ടറാണ്, നീ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും, അപ്പോൾ ഞാൻ കമ്മീഷണർക്ക് വിളിച്ചിട്ട് ഒരാളെ ഇവിടെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ വീട് പരിശോധിക്കും, ഏത് കലക്ടറാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോഴാണ് CI അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല, നിങ്ങളുടെ കുഞ്ഞിനെ എപ്പോഴാണ് കാണാതായത്, ഇന്നലെയാണ് എന്ന് പറയാം കേട്ടോ. ഇന്നലെ കാണാതായ കുഞ്ഞിനെ നീ ഇന്നാടാ പരിശോധിക്കുന്നത് എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ, ചന്ദ്രബോസ് നിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ സ്വഭാവം അങ്ങ് മാറ്റുമ്പോൾ, എന്താടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രബോസ് സാറേ, ഇവിടെ ഇന്നലെ കാണാതായ കുട്ടിയാണ്, ഞങ്ങൾ തേറി അന്വേഷിക്കുകയായിരുന്നു, ഇനി അന്വേഷിക്കാത്തൊരു സ്ഥലമില്ല. അപ്പോൾ ഉടൻ തന്നെ സത്യമ്മ പറയാണ്, ഇനി അന്വേഷിക്കേണ്ട, ഇവിടെയുണ്ട്, ഇവിടെ തട്ടിക്കൊണ്ട് വന്നു വെച്ചിരിക്കുകയാണ്, കളക്ടറാണെന്ന ആ ഒരു പദവി വെച്ച് ഇവൾക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നലുണ്ട്, എന്നാൽ ഒരു കലക്ടറുടെ വീട്ടിൽ അന്വേഷണത്തിന് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊരു കലക്ടറുടെ വീടാണ് സത്യമേ, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചാടിത്തൊള്ളാനില്ല, ഞാൻ കമ്മീഷണർക്ക് വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ചന്ദ്രബോസിനോട് ഇങ്ങനെ സത്യം ഒരു ഭീഷണി മുഴക്കുന്നത് പോലെ സംസാരിക്കാനായിട്ട്. അത് കേൾക്കുന്ന ചന്ദ്രബോസിന് അങ്ങ് ദേഷ്യം പിടിക്കണം. നിങ്ങളുടെ കമ്മീഷണറുടെ വാക്കൊന്നും പറഞ്ഞ് നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യും, ഈ ജോലിയിൽ ഞാൻ
സത്യസന്ധയെ പുലർത്തുള്ളൂ. അപ്പോൾ അത് കേൾക്കുന്ന ശാലിനിയുടെ അടുത്തോട്ട് വരെ, മാഡം സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം, അത് കലക്ടറുടെ വീടാണെന്ന് കരുതി പരിശോധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പരിശോധിക്കണമെന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ ശാലിനി പറയണേ, എൻ്റെ കുഞ്ഞാണ് ഈ പപ്പി എന്ന് പറയുന്നത്, അതായത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ്. ആ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ അവകാശം ഞങ്ങൾക്കുണ്ട്. ഈ നിൽക്കുന്ന സത്യഭാമയുടെ അതേ അവകാശമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് അവളെ കട്ടും തിമർന്നും ഇവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ സ്വന്തം മോളെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് വിളിച്ചു കൊണ്ടുവരാം. ഓ, അധികാരത്തിൻ്റെ കണക്കൊക്കെ പറയുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയാനേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ശാലിനിയോട് പറയണേ, ആര് തന്നെ ആയാലും എൻ്റെ മാഡം എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ശാലിനി പറയണേ, എന്തിനാ വൈകിക്കുന്ന, തുടങ്ങിക്കോളൂ എന്ന് പറയട്ടാ. ഇതേ സമയം അവിടെ സത്യഭാമ വീണ്ടും CA ചന്ദ്രബോസിനോട് പറയണം, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഈ കമ്മീഷണറെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയാലെന്നോ, ഞാനിപ്പോൾ ഭീഷണി അങ്ങനെ പേടിക്കൊന്നുമില്ല. ഇവിടെ നിങ്ങളുടെ പേരക്കുട്ടി ഉണ്ടെങ്കിൽ ഏത് കളക്ടറാണെങ്കിലും അതിന് ഉത്തരം ഞാൻ പറയിപ്പിക്കും. കളക്ടറെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ, അതെ, ഞാൻ ജില്ലാ കളക്ടർ മാത്രമല്ല ഒരു മജിസ്ട്രേറ്റും കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അഭിമാനിച്ച് വർത്താനം പറഞ്ഞതിൽ നിങ്ങളെ വെറുതെ ഞാൻ വിടില്ല. ഈ കുഞ്ഞ് ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും എൻ്റെ CI ചന്ദ്രബോസെ, അസിസ്റ്റന്റ് കമ്മീഷണറെ എന്നിങ്ങനെ നാക്ക് അടിച്ചും കൊണ്ട് ശാലിനി പറയാൻ കേട്ടോ. ഇതേ സമയം പെട്ടെന്ന് കുഞ്ഞുണ്ടോ നോക്കി എന്നിങ്ങനെ അവിടെ ചന്ദ്രബോസിനോട് വിഷ്ണു പറയണേ. അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് പോകുന്നുണ്ട്. ചന്ദ്രബോസയോട് തൻ്റെ ശാലിനിയുടെ കാര്യം ഇനി കഷ്ടത്തിലാണ്, തൻ്റെ ഭാര്യയെ ഞാൻ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന നീ കണ്ടോ, അങ്ങനെ സത്യാമ്മ ഇത് മനസ്സിൽ ഉദ്ദേശിക്കുന്നു. പക്ഷേ വിഷ്ണു പറയണേ, എൻ്റെ ഭാര്യയെ നീ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ലടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വെല്ലുവിളി തിരിച്ചും കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ CA ചന്ദ്രബോസ് പുറത്ത് നിൽക്കുമ്പോൾ, എന്താടോ നീ നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് പോയി തിരയിടോ എന്ന് പറയണേ. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ടായി നീങ്ങുകയാണ്. പക്ഷേ ഇവിടെ ശാന്ത കുഞ്ഞിനെ ഒരു പരമ്പിൽ ഇങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ട്, ഒരു പായയുടെ ഒരു ഇതിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ചുരുട്ടിക്കൂട്ടി അതിനുള്ളിൽ കുഞ്ഞിനെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശാന്ത തൊട്ടരികെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ നോക്കില്ല. അപ്പോഴേക്കും ശാന്ത പറയണേ, ആ സത്യാമ്മ മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കുകയാണ്, ഞങ്ങളെ ശാലിനി കൊച്ചിനെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവർ വെറുതെ വിടില്ല, കുഞ്ഞിനെ അവർ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ പറയണേ, അതൊക്കെ എനിക്കറിയാം, ആ സത്യാമ്മയുടെ സ്വഭാവം, ഇതിപ്പോൾ ആ CA ചന്ദ്രബോസും അങ്ങനെയൊക്കെ തന്നെയാണ്. ശാലിനി മാഡത്തിന് എന്തെങ്കിലും ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയാളും വെറുതെ വിടില്ല, അയാളും ഇതിനു വേണ്ടി തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് സത്യം കൂട്ടി കടന്നു വരുന്നത്. സത്യയെ കാണുന്ന ഈ പോലീസുകാരൻ ചോദിക്കുകയാണ്, ആഹാ, മോളുടെ പേരെന്താ? എൻ്റെ പേര് സത്യൻ, എൻ്റെ കൂട്ടുകാരിയാണോ പപ്പി? യെസ്, എൻ്റെ കൂട്ടുകാരിയാണ്. അവളെ നിങ്ങൾ ലാസ്റ്റ് സമയം എപ്പോഴാണ് കണ്ടത്? സ്കൂളിൽ വെച്ച്. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല? പിന്നെ എങ്ങനെയാണ് സാറേ ഞാൻ കാണുക? എൻ്റെ സ്കൂളിലോട്ട് പോയാലല്ലേ എനിക്ക് അവളെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പരിശോധിച്ച് വരരുത്. അതേസമയം സത്യഭാമ ഇപ്പം കൊണ്ടുവരും വെച്ചിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് പോലീസുകാരെല്ലാം കൈയൊഴിഞ്ഞ് വരുന്നു കേട്ടോ. അങ്ങനെ കമ്മീഷണർ ചോദിക്കുക, എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയാം കേട്ടോ. പിന്നീട് കുടുംബശ്രീ ഹോട്ടൽ മാത്രമേ പരിശോധിക്കാനുള്ളൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യഭാമ ആകെ വെറുങ്ങലിച്ചിരിക്കുന്നു കേട്ടോ. ഇതേ സമയം വിഷ്ണുവിൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട്. വിഷ്ണു ശാലിനിയുടെ മുഖത്ത് നോക്കിയടോ, തൻ്റെ ഒപ്പം നിൽക്കേണ്ടവളാണ് ഞാനെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ, ഞാൻ നിസ്സഹായനാണ്, എനിക്കിങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാനേ എനിക്ക് കഴിയുള്ളൂ, സമാധാനിപ്പിക്കേണ്ടടുത്ത് തലോടേണ്ടടുത്ത് എനിക്ക് നിന്നെ വഴക്ക് പറയുന്നത് പോലെ നിൽക്കേണ്ടി വരുന്നു എന്ന് വിഷ്ണു ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം കുടുംബശ്രീ ഹോട്ടലിലോട്ട് എല്ലാവരും ഇങ്ങനെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ശാന്ത ഒരു ചെമ്പിലോട്ട് കുഞ്ഞിനെ ഇട്ട് മൂടുന്നുണ്ട് കേട്ടോ. നീ ഇതിൽ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ചെമ്പിലിട്ട് മൂടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം സത്യ പുറത്തോട്ട് വരിക. സത്യയെ കാണുന്ന വിഷ്ണു ഓടി ചെല്ലണം, മോളെ നീ പപ്പിയെ കണ്ടോ, നീ എവിടെയെങ്കിലും വെച്ച് കാണുകയോ അവളെ എങ്ങോട്ടെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യുമോ, എന്തെങ്കിലും ഒന്ന് അവൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കിൾ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്.